RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഐസിൻ്റെ വലിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന ഐസ് പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. റെഫ്രിജറേഷൻ മേഖലയിൽ ചീത്തയാകാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റു വസ്തുക്കളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഐസ് ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭക്ഷ്യവസ്തുക്കൾ ചീത്തയാകുന്നതിന് കാരണമായ ഘടകങ്ങളെ സ്പോയിലേജ് ഏജൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്പോയിലേജ് ഏജൻറ്റ്സ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സാധാരണ അന്തരീക്ഷ താപനിലയിലാണ്. ഈ ആവശ്യത്തിന് വേണ്ടി വലിയ ഐസ് ബ്ലോക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നത്. മത്സ്യം, മാംസം തുടങ്ങിയ വസ്തുക്കൾ നമ്മൾ ഐസ് ഉപയോഗിച്ചിട്ട് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനെക്കാട്ടും താഴ്ന്ന ഒരു താപനിലയിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്പോയിലേജ് ഏജൻസിൻ്റെ പ്രവർത്തനം വളരെയധികം കുറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അവയുടെ പ്രവർത്തനം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പ്ലാന്റിൽ ഏത് തരത്തിലുള്ള ഐസാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാന്റുകളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐസിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന പ്ലാന്റിനെയാണ് ബ്ലോക്ക് ഐസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന റെഫ്രിജറേഷൻ സൈക്കിളുകളാണ് ഇത്തരത്തിലുള്ള ഐസ് പ്ലാന്റുകളുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇതിൽ ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, ലിക്വിഡ് റിസീവർ, എക്സ്പാൻഷൻ വാൽവ് എന്നീ കമ്പോണൻറ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വസ്തുവിൽ നിന്നും ഹീറ്റ് അതല്ലെങ്കിൽ താപം വലിച്ചെടുക്കുന്ന സമയത്താണ് ആ വസ്തു തണുക്കുന്നത്. അങ്ങനെ ഈ ഹീറ്റ് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥത്തിനെ റെഫ്രിജറൻ്റ് എന്നാണ് പറയുന്നത്. ഈ റെഫ്രിജറൻ്റ് സാധാരണയായിട്ട് ദ്രാവകാവസ്ഥയിലാണ് ഇരിക്കുന്നത്. സാധാരണയായിട്ട് ബോയിലിംഗ് പോയിൻ്റ് അതല്ലെങ്കിൽ തിളനില വളരെ കുറഞ്ഞ പദാർത്ഥങ്ങളാണ് റെഫ്രിജറൻ്റുകളായി തിരഞ്ഞെടുക്കുന്നത്. ഈ റെഫ്രിജറേഷൻ സൈക്കിളിലെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ആ കമ്പോണൻറ്റിനെ ഇവാപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ഈ റെഫ്രിജറൻ്റ് എന്ന പദാർത്ഥം ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ആ സമയത്ത് അത് ചുറ്റുപാടിൽ നിന്നുള്ള ഹീറ്റ് അല്ലെങ്കിൽ താപം വലിച്ചെടുക്കുന്നു. അങ്ങനെ ഇവാപ്പറേറ്ററിന് ചുറ്റും വളരെ കുറഞ്ഞ ടെമ്പറേച്ചറുള്ള ഒരു മേഖല ഉണ്ടാകുന്നു. ഇവാപ്പറേറ്ററിൽ വെച്ച് ദ്രാവകാവസ്ഥയിലുള്ള റെഫ്രിജറൻ്റ് വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഇത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലും പ്രഷറിലുമായിരിക്കും. അതിനെ കംപ്രസർ എന്ന ഉപകരണം വലിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് വളരെ ഉയർന്ന ടെമ്പറേച്ചറിലും പ്രഷറിലുമാക്കുന്നു. അതിനുശേഷം കണ്ടൻസർ എന്ന ഉപകരണത്തിലേക്ക് ഈ ഹൈ പ്രഷർ ഗ്യാസിനെ കടത്തിവിടുന്നു. കണ്ടൻസറിൽ വെച്ച് ഈ ഉയർന്ന ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള ഗ്യാസ് തണുത്ത് അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ആ സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ഹീറ്റ് അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിടുന്നു. ഈ പ്രവർത്തനത്തിനെ കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻ്റ് ലിക്വിഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി എക്സ്പാൻഷൻ വാൽവ് എന്ന വാൽവിൽ കൂടെയാണ് അടുത്തതായിട്ട് കടത്തിവിടുന്നത്. ഈ എക്സ്പാൻഷൻ വാൽവ് ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻ്റ് ലിക്വിഡിനെ കൺവേർട്ട് ചെയ്ത് ലോ പ്രഷറിലുള്ളതാക്കി മാറ്റുന്നു. അതിനുശേഷം ഈ റെഫ്രിജറൻ്റ് ലിക്വിഡിനെ വീണ്ടും ഇവാപ്പറേറ്ററിലേക്ക് കടത്തിവിടുന്നു. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ എക്സസ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ലിക്വിഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് ഒരു ലിക്വിഡ് റിസീവറും കൂടാതെ ഈ റെഫ്രിജറൻ്റ് ലിക്വിഡിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളെയും മോയ്സ്ചറിനെയും മറ്റും ഫിൽട്ടർ ചെയ്ത് മാറ്റുവാൻ വേണ്ടി ഡ്രയർ ഫിൽട്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. ഐസ് പ്ലാന്റിൽ നേരത്തെ പറഞ്ഞ റെഫ്രിജറൻ്റിനെ പ്രൈമറി റെഫ്രിജറൻ്റ് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന മറ്റൊരു റെഫ്രിജറൻ്റ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്ലാന്റിൽ പ്രൈമറി റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയയും സെക്കൻഡറി റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ബ്രൈൻ അതല്ലെങ്കിൽ ഉപ്പുവെള്ളവുമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പ്രൈമറി റെഫ്രിജറൻ്റ് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി റെഫ്രിജറൻ്റായിട്ടുള്ള ബ്രൈൻ അതല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിനെ തണുപ്പിക്കുന്നു. അതിനുശേഷം ഈ തണുത്ത ലോ ടെമ്പറേച്ചറിലുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐസിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഉപ്പുവെള്ളം നിറച്ച വലിയ ടാങ്കുകളുണ്ടാവും. അപ്പോൾ അതിനെ ബ്രൈൻ ടാങ്ക് എന്നാണ് പറയുന്നത്. ഈ ബ്രൈൻ ടാങ്കുകളിൽ നമ്മൾ ഐസ് ഉണ്ടാക്കാനുള്ള മോൾഡിൽ വെള്ളം നിറച്ചതിന് ശേഷം ഈ ഉപ്പുവെള്ളത്തിൽ മുക്കി വയ്ക്കുന്നു. അപ്പോൾ ഉപ്പുവെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന അത്രയും ഭാഗത്തെ വെള്ളം കട്ട പിടിച്ചാണ് ഇത്തരത്തിലുള്ള ഐസ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. ഇനി ഈ ഐസ് പ്ലാന്റിൽ ഉള്ള ഓരോ കമ്പോണൻസും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കമ്പോണൻ്റാണ് ഇവാപ്പറേറ്റർ കോയിൽ അതല്ലെങ്കിൽ കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഇതിന് ചുറ്റുമാണ് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇതിന് ഉള്ളിൽ കൂടെയാണ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ആ ദ്രാവകം
സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ വെച്ച് കുറഞ്ഞ പ്രഷറിലുള്ള ദ്രാവക റെഫ്രിജറൻറ്റ് വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനെ ഇവാപ്പറേഷൻ എന്ന് പറയുന്നു. ആ സമയത്താണ് ഈ ഹീറ്റ് വലിച്ചെടുക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഐസ് പ്ലാന്റുകളിൽ സെക്കൻഡറി റെഫ്രിജറൻ്റായ ബ്രൈൻ അതല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൻ്റെ വലിയ ടാങ്കുകൾ കാണും. ഇതിനെ ബ്രൈൻ ടാങ്ക് എന്നാണ് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഇവാപ്പറേറ്റർ കോയിൽ ഈ ബ്രൈൻ ടാങ്കിലെ ഉപ്പുവെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്. പല തരത്തിലുള്ള ഇവാപ്പറേറ്റർ കോയിലുകൾ ഇത്തരത്തിലുള്ള ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഇവാപ്പറേറ്റർ കോയിലാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബ്രൈൻ ടാങ്കാണ്. അപ്പോൾ അതിൽ ആ ഓറഞ്ച് കളറിലുള്ളത് ഇവാപ്പറേറ്റർ കോയിലാണ്. അപ്പോൾ അത് ബ്രൈൻ ടാങ്കിനുള്ളിലെ ബ്രൈനിൽ മുങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഈ ബ്രൈനിൽ മുങ്ങിക്കിടക്കുന്ന കുറേ ബോക്സുകൾ കാണാം. ഈ ബോക്സുകളെ നമ്മൾ ഐസ് ക്യാൻ എന്നാണ് പറയുന്നത്. ഇതിനുള്ളിൽ വെള്ളം നിറച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗം ബ്രൈനിൽ മുങ്ങി വരത്തക്ക വിധമാണ് നമ്മൾ ഈ ബ്രൈൻ ടാങ്കിൽ വയ്ക്കുന്നത്. അപ്പോൾ ആ ബ്രൈനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അത്രയും ഭാഗത്തെ വെള്ളം ഐസായിട്ട് അങ്ങനെയാണ് ഐസ് കട്ടകൾ ഉണ്ടാകുന്നത്. അടുത്ത കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കംപ്രസറാണ്. ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഉള്ള റെഫ്രിജറൻ്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറാക്കി കണ്ടൻസറിലേക്ക് വിടുക എന്നതാണ് കംപ്രസറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റെഫ്രിജറൻസ് ഉപയോഗിക്കുന്ന ഐസ് പ്ലാന്റുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അമോണിയ റെഫ്രിജറൻ്റാക്കി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിലെ കംപ്രസറാണ്. ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസറാണ്. അതിൻ്റെ അർത്ഥം ഇതിനുള്ളിൽ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ഹോളുണ്ട്. ആ ഹോളിനുള്ളിൽ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് അത് റെസിപ്രോക്കേറ്റ്, അതായത് മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നു. ആ മോഷൻ കൊണ്ട് ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ പിസ്റ്റണുകളും സിലിണ്ടറുകളും ഈ കംപ്രസറിന് ഉണ്ടാവും. കംപ്രസറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇതിലുപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇത് 440 വോൾട്ട് 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്. അതിൻ്റെ അർത്ഥം ഇതിനെ ഡ്രൈവ് ചെയ്യിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോർ എക്സ്റ്റേണൽ ഡിവൈസ് വഴി ഇതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, മോട്ടറിൻ്റെ പുള്ളിയിൽ നിന്ന് വി ബെൽറ്റ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ബെൽറ്റ് വഴി കംപ്രസറിൻ്റെ ഫ്ലൈ വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബെൽറ്റ് ഡ്രൈവ് എന്നാണ് അറിയപ്പെടുന്നത്. കംപ്രസർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇതിലുപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ഒരു 3 ഫേസ് AC ഇൻഡക്ഷൻ മോട്ടറാണ്. ഏകദേശം 50 HP വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഈ സിസ്റ്റത്തിൽ മോട്ടറിൻ്റെ അതേ RPM തന്നെയായിരിക്കും കംപ്രസറിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന കംപ്രസർ ഓപ്പൺ ടൈപ്പ് കംപ്രസർ തന്നെയാണ്. പക്ഷേ അത് മോട്ടറുമായിട്ട് ഒരു എക്സ്റ്റേണൽ കപ്ലിംഗ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസർ എന്നാണ് അറിയപ്പെടുന്നത്. ആ കപ്ലിങ്ങിനെ നമ്മൾ ടയർ കപ്ലിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ബെൽറ്റ് ഡ്രൈവിൽ വ്യത്യാസമുണ്ട്. ബെൽറ്റ് ഡ്രൈവിൽ മോട്ടറിൻ്റെ RPM കൂടുതലും കംപ്രസർ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ RPM കുറവുമായിരിക്കും. കാരണം ടോർക്ക് അതല്ലെങ്കിൽ കറങ്ങാനുള്ള ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിലങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ മോട്ടറിൻ്റെ അതേ RPM തന്നെയായിരിക്കും കംപ്രസറിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഐസ് പ്ലാന്റിൻ്റെ അടുത്ത കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കണ്ടൻസറാണ്. കംപ്രസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഉള്ള റെഫ്രിജറൻ്റ് ഗ്യാസ് തണുത്തതിന് ശേഷം അത് ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻ്റ് ലിക്വിഡായിട്ട് മാറുന്നത് ഈ കണ്ടൻസറിനുള്ളിൽ വെച്ചിട്ടാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് റെഫ്രിജറൻ്റ് ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള ഹീറ്റ് അന്തരീക്ഷത്തിലേക്കാണ് പുറന്തള്ളുന്നത്. കണ്ടൻസറുകളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് എയർ കൂൾഡ് കണ്ടൻസറാണ്, അത് വായു വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത്. രണ്ടാമത്തേത് വാട്ടർ കൂൾഡ് കണ്ടൻസറാണ്, അത് വെള്ളം വെച്ചാണ് തണുപ്പിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇവാപ്പറേറ്റീവ് കണ്ടൻസറാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ പുറത്താണ്. അതിൻ്റെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുവാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള വാൽവുകളും മുകളിലുണ്ട്. ഇത്തരത്തിലുള്ള ഇവാപ്പറേറ്റീവ് കണ്ടൻസറുകളിൽ 2 കൂളിംഗ് മീഡിയം ഉണ്ട്. ഒന്ന് എയറും രണ്ടാമത്തേത് വാട്ടറുമാണ്. ചില ടൈപ്പ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഷെൽ ആൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസറാണ്. ഇതിലെ കൂളിംഗ് മീഡിയം വാട്ടറാണ്. ഇതിൽ സൈഡിലുള്ള 2 കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുന്ന വാട്ടറിൻ്റെ സപ്ലൈയും മുകളിലും താഴെയുള്ള 2 കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുന്ന റെഫ്രിജറൻറ്റിൻ്റെ സപ്ലൈയുമാണ്. കോപ്പറിൻ്റെ ട്യൂബുകളാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ സർഫസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെള്ളം പാസ് ചെയ്യുന്നത് ട്യൂബിനുള്ളിലൂടെയും റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നത് ട്യൂബിന് പുറത്തൂടെയാണ്. ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് കംപ്രസറിൽ നിന്നും വരുന്ന ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമുള്ള റെഫ്രിജറൻറ്റ് ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ഹീറ്റ് വെള്ളം വലിച്ചെടുക്കുന്നു. അങ്ങനെ ഈ വെള്ളം ചൂടാവുന്നു.
അപ്പോൾ വെള്ളം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു എക്യുപ്മെൻറ്റ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. അതിനെയാണ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. കൂളിംഗ് ടവറിൻ്റെ താഴെഭാഗത്തുള്ള ടാങ്കിനെ സമ്പ് എന്നാണ് പറയുന്നത്. ഈ സമ്പിലുള്ള വെള്ളം ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ച് ഷെൽ ആൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ എത്തിക്കുന്നു. ഈ വെള്ളം ഉപയോഗിച്ചാണ് കംപ്രസറിൽ നിന്നുള്ള ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമുള്ള റിഫ്രിജറൻ്റ് ഗ്യാസിനെ തണുപ്പിക്കുന്നത്. ആ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഷെൽ ആൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് ടവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂളിംഗ് ടവറിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്പ്രേ നോസിലുകളിലേക്ക് ഈ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസറിൽ നിന്നുള്ള ഹോട്ട് വാട്ടർ എത്തിക്കുന്നു. അവിടെയുള്ള സ്പ്രേ നോസിലുകളിൽ നിന്നും സ്പ്രേ ആയി ഈ വെള്ളം താഴേക്ക് വീഴുന്നു. കൂളിംഗ് ടവറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായി കൂളിംഗ് ടവറിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് എയറിൻ്റെ ഒരു ട്രാവലിംഗ് ഉണ്ടാകുന്നു. ഈ എയർ പാസേജിങ് ഉള്ളതുകൊണ്ടാണ് കൂളിംഗ് ടവറിന് മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസറിൽ നിന്നുള്ള ഹൈ ടെമ്പറേച്ചറിലുള്ള വെള്ളം തണുക്കുന്നത്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറൻ്റ് ലിക്വിഡിനെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ടാങ്കാണ് ലിക്വിഡ് റിസീവർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിലാണ് സ്ഥാപിക്കാറുള്ളത്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഉള്ള കൂളിംഗ് ലോഡ് വളരെയധികം കുറവാണെങ്കിൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് റെഫ്രിജറൻ്റ് ലിക്വിഡ് ഒരുപാട് എക്സസ് ആയിട്ട് വരും. അങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന റെഫ്രിജറൻ്റ് ലിക്വിഡിനെ സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ലിക്വിഡ് റിസീവറുകളാണ്. കൂടാതെ ഒരു റെഫ്രിജറേഷൻ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് പമ്പ് ഡൗൺ എന്ന പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലുള്ള റെഫ്രിജറൻ്റ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലിക്വിഡ് റിസീവറുകളാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കമ്പോണൻറ്റിൻ്റെ പേര് ഡ്രയർ ഫിൽട്ടർ എന്നാണ്. ഒരു സിസ്റ്റത്തിലെ റെഫ്രിജറൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മോയ്സ്ചറിനെയും മറ്റും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ തൊട്ട് പിന്നിലാണ് ഇത് സാധാരണയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിൽ ഡ്രയർ ഫിൽട്ടർ ഇല്ല എങ്കിൽ അത് എക്സ്പാൻഷൻ വാൽവിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് ആകുകയും അങ്ങനെ റെഫ്രിജറൻ്റ് ഫ്ലോ തടസ്സപ്പെടാനും കൂളിംഗ് എഫക്റ്റ് നിൽക്കാനും കാരണമാകുന്നു. ഡ്രയർ ഫിൽട്ടറിന് ഉള്ളിൽ റെഫ്രിജറൻറ്റിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അരിച്ചു മാറ്റാൻ വേണ്ടി നേർത്ത ഒരു വല അല്ലെങ്കിൽ മെഷും കൂടാതെ റെഫ്രിജറൻറ്റിൽ അടങ്ങിയിരിക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിക്കൻ്റ് എന്നു പേരുള്ള ഒരു കെമിക്കലും നിറച്ചിരിക്കും. അമോണിയ റിഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐസ് പ്ലാന്റിൽ എക്സ്പാൻഷൻ ഡിവൈസായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് എക്സ്പാൻഷൻ വാൽവാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി ഇവാപ്പറേറ്ററിലേക്ക് പോകുന്ന റിഫ്രിജറൻറ്റിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടൻസറിൽ നിന്നുള്ള ഹൈ പ്രഷർ റിഫ്രിജറൻ്റ് ലിക്വിഡിൻ്റെ പ്രഷർ കുറയ്ക്കുവാനും സാധിക്കും. ഇത് കൈകൊണ്ട് തന്നെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഹാൻഡ് ഓപ്പറേറ്റഡ് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കമ്പോണൻറ്റിനെ ബ്രൈൻ അഗിറ്റേറ്റർ എന്നാണ് പറയുന്നത്. ബ്രൈൻ ടാങ്കിനുള്ളിൽ സെക്കൻഡറി റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്ന ബ്രൈൻ അഥവാ ഉപ്പുവെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഫാൻ ബ്ലേഡ് അതല്ലെങ്കിൽ പ്രൊപ്പല്ലർ കാണാം. ഇത് ബ്രൈൻ ടാങ്കിനുള്ളിലെ ബ്രൈനിൽ മുങ്ങിയാണ് കിടക്കുക. ഒരു മോട്ടർ ഉപയോഗിച്ച് നമ്മൾ ഈ ബ്രൈൻ അഗിറ്റേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൈൻ ടാങ്കിനുള്ളിൽ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ബ്രൈനിൻ്റെ ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും ഒരുപോലെയാവും. ഈ കമ്പോണൻറ്റ് നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ ബ്രൈൻ ടാങ്കിനുള്ളിൽ കിടക്കുന്ന ഇവാപ്പറേറ്ററിൻ്റെ അടുത്ത് മാത്രമുള്ള ബ്രൈനിന് ടെമ്പറേച്ചർ കുറവും അവിടെ നിന്ന് മാറിയുള്ള ബ്രൈനിൻ്റെ ടെമ്പറേച്ചർ കൂടുതലും ആയിരിക്കും. അതുകൊണ്ട് ഈ ബ്രൈനിൻ്റെ ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും ഒരുപോലെയാക്കാൻ നമുക്ക് സാധിക്കാതെ വരും. ഐസ് പ്ലാന്റിനുള്ളിൽ ഐസ് ബ്ലോക്കുകൾ ഉണ്ടായതിനു ശേഷം അവ ബ്രൈൻ ടാങ്കിൽ നിന്ന് ഉയർത്തിയെടുക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ക്രെയിൻ എല്ലാ തരത്തിലുള്ള ഐസ് പ്ലാന്റുകളിലും യൂസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്രെയിൻ സിസ്റ്റത്തിൻ്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവ ഉപയോഗിച്ച് നമുക്ക് ഐസ് ബ്ലോക്കുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള കമ്പോണൻറ്റുകളും അവയുടെ ഫങ്ഷനുമാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ മേഖലയിലുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.